പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സഭയുടെ സത്യവിശ്വാസമായ ട്രൂ ക്രിസ്റ്റോളജിയായ ഡയഫിസിറ്റിസവും സെവേറിയൻ ക്രിസ്റ്റോളജിയായ മിയാഫിസിറ്റിസും തമ്മിലുള്ള താരതമ്യ പഠനമായിരുന്നു. എന്തുകൊണ്ട് ഡയഫിസിറ്റിസമാണ് സത്യോപദേശമെന്നും അത് മാത്രമാണ് സത്യോപദേശമെന്നും, എന്തുകൊണ്ട് മിയാഫിസിറ്റിസം ആന്തരിക വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ, അപര്യാപ്തതകൾ നിറഞ്ഞ, പാഷാണ്ഡതയിലേക്ക് നയിക്കുന്ന, പാഷാണ്ഡതയിൽ അടിത്തറയിട്ട ഉപദേശമാണെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തു. ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ നമ്മുടെ ഇട്ടു പാലക്കൽ കോറപ്പിസ്കോപ്പ, യാക്കോബ സഭയുടെ കോറപ്പിസ്കോപ്പയായ ഇട്ടു പച്ചൻ, അദ്ദേഹം നിരന്തരമായി തൻ്റെ യൂട്യൂബ് ചാനൽ വഴി കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയുടെ ചരിത്രത്തിനെതിരെയും സഭയുടെ തിയോളജിക്കെതിരെയും അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നു എന്നുള്ളതാണ്. അതിന് മറുപടി എന്നോണമാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്തു വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് മിയാഫിസിറ്റിസത്തിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മിയാഫിസിറ്റിസമാണ് സത്യോപദേശം എന്ന് അവരോട് ചോദിച്ച ചോദ്യങ്ങളാണ് അതൊക്കെ. അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ, അതിനെ ഒന്നും ടച്ച് ചെയ്യാതെ നമ്മുടെ ഇട്ടു ബച്ചൻ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് മറുപടി എന്നോണം. എന്തായാലും നമുക്കൊരു മറുപടി കിട്ടിയ സ്ഥിതിക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേട്ടുകൊണ്ട് പ്രസക്തമായ ഭാഗങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഡയഫിസിറ്റിസത്തിലെ സത്യോപദേശത്തിലെ വളരെ കൃത്യമായിട്ടുള്ള, അതിൻ്റെ കോറായിട്ടുള്ള, ക്രക്സ് ആയിട്ടുള്ള ഉപദേശ സത്യം ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സെവറിയസിനെതിരെ അന്ന് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട 2 ഹെറസിസ് ആയിരുന്നു, മോണോഫിസിറ്റിസം അതുപോലെ നെസ്റ്റോറിനിസം. ഇത് കേൾക്കുമ്പോൾ പലർക്കും നെറ്റിച്ചുളിക്കും. കാരണം ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരാളുടെ മേൽ ആരോപിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അതും വളരെ കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ആദ്യമേ അച്ഛൻ്റെ പറയാനുള്ളത് കേൾക്കാം. അച്ഛൻ്റെ വീഡിയോയിലേക്ക്. അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ വചനം ഗബ്രിയേൽ മാലാഖ വഴി മറിയാമിന്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവിടെ ഉദരത്തിൽ ചെന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആവാസം മൂലം മറിയാമിന്റെ ശരീരവും രക്തവും ഈ ദൈവത്വത്തോട് ചേർന്നു. ഏതിലെ ദൈവത്വം? വചനത്തിലെ ദൈവത്വത്തോട് മറിയാമിന്റെ ശരീരവും രക്തവും, അതായത് മറിയാമിന്റെ മനുഷ്യത്വം ഈ ദൈവത്വത്തോട് ചേർന്ന് ഒരിക്കലും വേർപിരിയാതെ ഇന്നും എന്നും എപ്പോഴും സ്ഥിരീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ ആവശ്യിക്കും. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഗർഭം ധരിക്കണമെങ്കിൽ ശരീരത്തിന്റെ രക്തത്തിൽ നിന്നും ഈ ദൈവത്വത്തിലേക്ക് മനുഷ്യത്വം സംയോജിപ്പിക്കപ്പെടണം. ദൈവത്വം എന്ന് പറയുമ്പോൾ പിതാവിന്റെ വചനമാണ് ഗബ്രിയേൽ മാലാഖ വഴി പ്രവേശിച്ചത്. വചനമാണല്ലോ. പുത്രൻ വചനമാണ്, പുത്രൻ ആത്മാവാണ്. പക്ഷെ ഇവിടെ ജഡം ധരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ വചനം, പിതാവിന്റെ വചനമാണ് പുത്രൻ, ആ വചനം മറിയാമിന്റെ കാതിൽ കൂടി പ്രവേശിച്ച് ആൾ ഉദരത്തിൽ ചെന്ന്, ഉറപ്പായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഒരു ഭ്രൂണമായി മറിയാമിന്, ആ ഭ്രൂണത്തിൽ നിന്ന് ശരീരവും രക്തവും, അതായത് മറിയാമിന്റെ മനുഷ്യത്വം ഈ വചനത്തിന്റെ ദൈവത്വവുമായി ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ യേശുവിന്റെ പേരിടണം, അവൻ അച്ഛൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടല്ലോ. ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. യാക്കോബ സഭയുടെ ഒരു കോറപ്പിസ്കോപ്പയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വചനം മാതാവിൻ്റെ ചെവിയിൽ കൂടെ കയറി ഉദരത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ ഐഡിയ കിട്ടിയത്? അത് ആക്ച്വലി മാറപ്രേമിൻ്റെ ചില പോയറ്റിക് റൈറ്റിങ്സിനകത്തിൽ അത്തരത്തിലൊരു കാര്യം പറയുന്നുണ്ട്. കവിത ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ബിംബകൽപ്പന അതുപോലെ തന്നെ കവി ഭാവനയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അതിനെയൊക്കെ ട്രൂ തിയോളജി ആയിട്ടോ അല്ലെങ്കിൽ അതിനെയൊക്കെ ബയോളജിക്കൽ ഇവൻറ്റ്സ് ആയിട്ടോ എംബ്രിയോളജി ആയിട്ടോ ഒക്കെ തെറ്റിദ്ധരിച്ചാൽ പിന്നെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. അപ്രേം പിതാവ് തൻ്റെ പോയട്രിയിലൂടെ ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നൊക്കെയുള്ള വാക്യശകലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ വിശ്വാസത്താൽ മാതാവ് പുത്രൻ തമ്പുരാനെ തന്നിലേക്ക് സ്വീകരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ലിറ്ററലി ചെവി കൂടെ കയറി അകത്തോട്ട് പോയി എന്നൊക്കെയുള്ള വിഷയമല്ല. അതിനെയാണ് ഇദ്ദേഹം ലിറ്ററലി യാക്കോബ സഭയുടെ വിശ്വാസമാണ്, സത്യവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇദ്ദേഹം പറയുന്നത്
വചനം മാതാവിൻ്റെ ചെവിയിൽ കൂടെ കയറി ഉദരത്തിലേക്ക് ചെന്നിട്ട് മാതാവിൻ്റെ ശരീരവും രക്തവുമായിട്ട് സംയോജിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇൻകാർണേഷൻ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാതാവിൽ നിന്ന് ഹ്യൂമൻ നേച്ചർ സ്വീകരിച്ചു എന്നാണ് ബേസിക്കലി പറയുന്നത്. അതിനെ അദ്ദേഹം രണ്ടാമത് പറയുമ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ട്. അതായത് ശരീരം രക്തം എന്നുള്ളത് ഭ്രൂണമായി, ആ ഭ്രൂണം ദൈവവചനമായിട്ട് സംയോജിച്ചു എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. ഇതുതന്നെയാണ് സെവറിയസ് പഠിപ്പിച്ച പാഷാണ്ഡ ഉപദേശം. നമുക്കതിൻ്റെ ബാക്കി ഭാഗം കൂടി കേൾക്കാം. ഇത് അച്ഛൻ്റെ വേർഷൻ ആണെങ്കിൽ അടുത്തായിട്ട് അച്ഛൻ വായിക്കുന്നത് നമ്മുടെ കണിയാമ്പറമ്പിൽ കൊറപ്പിസ്കോപ്പ് അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്നും അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. തന്റെ ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ, മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ, തമ്മിൽ സമ്മിശ്രപ്പെടുകയോ, കൂടിക്കലർന്ന് വേറൊരു വസ്തുവായി തീരുകയോ, ഒന്നിനാൽ ഒന്ന് നശിച്ചു പോവുകയോ ചെയ്യാതെ ദൈവത്വവും മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും വേർപിരിയാത്ത പ്രകാരം ദൈവത്വത്തിന്റെയും പാവമൊഴിയെ മനുഷ്യത്വത്തിന്റെയും പൂർണ്ണ ലക്ഷണങ്ങളോട് കൂടി യോജിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ യോജിപ്പ് മഹാ അത്ഭുതമാകുന്നു. കൊലോസ്യർ 2:9, എബ്രായർ 2:9, തീത്തോസ് 2:13, 1 തീത്തോസ് 3:14, എബ്രായർ 1:2. ഇത്രയും പറഞ്ഞതൊന്നും കുഴപ്പമില്ല. കാരണം കാൽസിനോണിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ തന്നെ ഇവർ റീട്രേറ്റ് ചെയ്ത് എഴുതുന്നതാണ് ഇതൊക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു മിംഗ്ലിംഗ് ഇല്ല, മിക്സിംഗ് ഇല്ല, ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയും ഒറ്റ ഒരു നേച്ചറാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ആ വിഷയത്തിലേക്കല്ല ഞാൻ വരുന്നത്. നിങ്ങളെ ശ്രദ്ധയെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. അച്ഛൻ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കിപത്രം ഇവിടെ ഉണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഈ നിർവചനങ്ങളൊക്കെ വായിച്ചാൽ അതിന്റെ വ്യാഖ്യാനം ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും അവന് ദൈവത്വം മനുഷ്യത്വവും യോജിച്ചിരിക്കുകയാണ്. അതൊരിക്കലും വേർപിരിക്കാനോ സാധ്യമല്ല. യോജിപ്പിന്റെ ശേഷം രണ്ട് സ്വഭാവങ്ങളായോ രണ്ട് ക്രൂമാകളായോ, ക്രൂമാസ് ആളുകൾ, യേശുവിൽ ഒരാളും ഒരു സ്വഭാവം ശരിയായ വിശ്വാസം, രണ്ട് വിശ്വാസത്തിന്. യോജിപ്പിന്റെ ശേഷം രണ്ട് സ്വഭാവങ്ങളായോ രണ്ട് ക്രൂമാകളായോ വേർതിരിക്കപ്പെടാവുന്നതല്ല. എന്നാലോ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ്. യോജിപ്പിന് ശേഷം രണ്ട് സ്വഭാവമായോ രണ്ട് സ്വഭാവങ്ങളായോ അല്ലെങ്കിൽ രണ്ട് ന്യൂമകളായോ നിലനിൽക്കുകയില്ലെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം യോജിപ്പിന് മുമ്പ് രണ്ട് സ്വഭാവങ്ങളുണ്ടായിരുന്നു, രണ്ട് ന്യൂമകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് അച്ഛൻ കുറച്ച് മുമ്പേ അച്ഛൻ്റെതായ രീതിയിൽ അച്ഛൻ അത് പ്രസൻറ്റ് ചെയ്തത്. അതായത് ദ വേർഡ് ഓഫ് ഗോഡ് മറിയത്തിൻ്റെ ചെവി കൂടെ കയറി ഉദരത്തിലേക്ക് ചെന്ന് മറിയത്തിൻ്റെ ശരീരവും രക്തവും അതിൽ നിന്നും ഉണ്ടായ ആ ഭ്രൂണമായിട്ട് സംയോജിച്ചു. ദ വേർഡ് ഓഫ് ഗോഡ് സംയോജിച്ചു. അവിടെയാണ് ഇൻകാർണേഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഇൻകാർണേഷന് ശേഷം രണ്ട് സ്വഭാവവുമില്ല, രണ്ട് ന്യൂമകളുമില്ല എന്നുള്ള വിഷയം. അപ്പോൾ അതിനു മുമ്പ് രണ്ട് സ്വഭാവവും രണ്ട് ന്യൂമകളും, രണ്ട് ഹൈപ്പോസ്റ്റാസിസ് അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ സത്യവിശ്വാസം. നമ്മളെ സംബന്ധിച്ച് അത് പാഷാണ്ഡ ഉപദേശമാണ്. അതുതന്നെയാണ് അച്ഛൻ ആദ്യത്തെ അതിനകത്തിലും പറയുന്നത്. അതായത് ആദ്യമേ ഒരു ഭ്രൂണമുണ്ടായ ഭ്രൂണം ദൈവവചനമായിട്ട് സംയോജിക്കുന്നു. ആ ഭ്രൂണം എന്നുള്ളത് എന്താണ്? ഒരു പേഴ്സണാണ്, ഒരു ഹൈപ്പോസ്റ്റാസിസ് ആണ്, ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് ആണ്. ആ ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് ഡിവൈൻ ഹൈപ്പോസ്റ്റാസിസുമായിട്ട് സംയോജിക്കുന്നു, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഇൻകാർണേഷൻ സംഭവിക്കുന്നതാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇത് അച്ഛൻ്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ കണിയമ്പറമ്പിൽ കൊറപ്പിസ്കോപ്പയുടെ പ്രശ്നമല്ല. ഇത് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് സെവറിയോസ് തന്നെയാണ്. സെവറിയോസ് വളരെ കൃത്യമായിട്ട് തൻ്റെ റൈറ്റിങ്സിൽ ബിഫോർ ഇൻകാർണേഷൻ രണ്ട് ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ച് അതൊരു പാഷാണ്ഡ ഉപദേശമാണ്. കാരണം രണ്ട് ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട് എന്ന് വന്നാൽ, ഒരു ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട് എന്ന് വന്നാൽ അത് നെസ്റ്റോറിനിസമാണ്. നെസ്റ്റോറിനിസത്തിൽ പറയുന്നത് രണ്ട് ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടായിരുന്നു. ഇൻകാർണേഷന് ശേഷവും രണ്ട് ഹൈപ്പോസ്റ്റാസിസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിലാണ്. പക്ഷേ ഇവിടെ
ഇൻകാർണേഷന് ശേഷം ഒരു ഹൈപ്പോസ്റ്റാസിസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സെവറിയസിൻ്റെ ഉപദേശം. അതിലാണ് ഒരു വ്യത്യാസമുള്ളത്. പക്ഷേ ഇൻകാർണേഷന് മുമ്പ് 2 ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് നെസ്റ്റോറിനസം ആകുമെന്ന് ചോദിച്ചാൽ, ആ ഭ്രൂണം എന്നുള്ളത് മാതാവിൽ നിന്ന് വന്നു. ആ ഭ്രൂണം എന്നത് എന്താണ്? ഹ്യൂമൻ നേച്ചറാണ്, അല്ലെ ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസിനെയാണ് മാതാവ് പ്രസവിച്ചത് എന്ന് വരുന്നു. ആ ഭ്രൂണത്തെ അല്ലെങ്കിൽ ആ ഹൈപ്പോസ്റ്റാസിസുമായിട്ടാണ് ഡിവൈൻ ഹൈപ്പോസ്റ്റാസിസ് സംയോജിക്കുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് വരുന്നത്. എന്ന് വരുമ്പോൾ മാതാവിനെ ഒരിക്കലും തിയോട്ടോക്കോസ് എന്ന് വിളിക്കാൻ സാധ്യമല്ല, മാതാവിനെ ആന്ത്രപ്പോട്ടോക്കോസ് എന്ന് വിളിക്കാൻ സാധ്യമാകത്തുള്ളൂ. ഇതുതന്നെയാണ് നെസ്റ്റോറിയസ് പറഞ്ഞ പാഷാണ്ഡ ഉപദേശം. അതേ ഉപദേശം തന്നെയാണ് സെവറിയോസും പഠിപ്പിച്ചെന്നുള്ളതാണ്. നമുക്ക് സെവറിയോസിൻ്റെ ചില കോട്ട്സ് കൃത്യമായിട്ട് വായിക്കാം. ഒന്നാമത്തെ കോട്ട് സെവറിയോസ് ജോൺ ദ ഗ്രമാറിനെതിരെ എഴുതിയിട്ടുള്ള കോൺട്രാ ഗ്രമാറ്റിക്കം എന്നുള്ള ലേഖനത്തിൽ നിന്നുള്ളതാണ്. അതിൽ പറയുന്ന ഇപ്രകാരമാണ്: വി കൺഫസ് 2 natures and 2 hypostases before the union and 1 nature and 1 hypostasis after the union. ഇത് തന്നെയാണ് അച്ഛൻ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം തന്നെ. വി കൺഫസ് 2 natures and 2 hypostases. രണ്ടാമത്തെ കോട്ട് സെവറിയസ് എഴുതിയ ലെറ്റർ ടു സെർജിയസ് ദ ഗ്രമേറിയൻ എന്ന് പറഞ്ഞ ലേഖനത്തിൽ നിന്ന് എഴുതിയതാണ്. അത് ഡയറക്ട്ലി സെയിൻറ്റ് ജോൺ ഓഫ് ദമാസ്കസ് തൻ്റെ പുസ്തകം, അതായത് ഡി ഹെറസിബസ് എന്നുള്ള പുസ്തകത്തിൽ താൻ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. സെവറിയസ് പറഞ്ഞ വിഷയം കൃത്യമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ ഇങ്ങനെയാണ്: ദ നാച്ചുറൽ ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ ഫ്ലെഷ് വിച്ച് ദ വേർഡ് യുണൈറ്റഡ് ടു ഹിംസെൽഫ്. ദ നാച്ചുറൽ ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ ഫ്ലെഷ് വിച്ച് ദ വേർഡ് യുണൈറ്റഡ് ടു ഹിംസെൽഫ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കോട്ട് സെവറിയസിൻ്റെ ലെറ്ററിൽ നിന്നുള്ളതാണ്. ഫിലാലത്തസ് ഫ്രാഗ്മെൻറ്റ് 24 എന്ന് അതിന് പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന സെബാസ്റ്റ്യൻ ബ്രൂക്ക്, യാക്കോബ സഭയിലേക്ക് റീസെൻ്റ്ലി ജോയിൻ ചെയ്ത വളരെ പ്രായാധിക്യമുള്ള അറിയപ്പെട്ട സിറിയാക് പണ്ഡിതനായ, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിലൊക്കെ വളരെ അവഗാഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സെലക്ട് ലെറ്റേഴ്സ് ഓഫ് സെവറിയസ്. അതിൻ്റെ വോളിയം 2 ഈ ഫ്രാഗ്മെൻറ്റ്, ഈ കോട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ലെറ്റേഴ്സിനകത്തിൽ ഇത് കൃത്യമായിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദ നേച്ചേഴ്സ് ഹാവ് ദെയർ ഓൺ ഹൈപ്പോസ്റ്റാസിസ് ബിഫോർ ദ യൂണിയൻ. അതായത് ആ 2 നേച്ചേഴ്സ്, ബിഫോർ ദ യൂണിയൻ 2 നേച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ നേച്ചേഴ്സും have their own hypostasis before the union, and after the union they exist in 1 hypostasis. ഇതാണ് സെവറിയസ് പഠിപ്പിച്ചതെന്നുള്ളതാണ്. നാലാമത്തെ കോട്ട് സെവറിയസ് ഇൻ ഫ്ലോറിലേജിയ, ഗ്രീക്ക് ഫ്രാഗ്മെൻസിൽ പെടുന്നതാണ്. അത് കോട്ടഡ് ഇൻ ലിയോൺഷ്യസ് ഓഫ് ബൈസാന്റിയം കോൺട്രാ നെസ്റ്റോറിയനോസ് എറ്റ് യുത്തിക്കിയാനോസ് 370 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സെവറിയസ് പറഞ്ഞിരിക്കുന്നതാണ്: each nature possessed its proper and natural hypostasis. Each natures possessed its proper and natural hypostasis. അതുപോലെ തന്നെ അഞ്ചാമത്തെ കോട്ട് സെവറിയസിൻ്റെ ഹോമിലി എന്നുള്ള, ഹോമിലി 27 എന്നാണ് അതിന് പറയുന്നത്, ഓൺ ദി ഇൻകാർണേഷൻ, സിറിയാക് ഫ്രാഗ്മെൻ്റ് ആണ്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: the humanity in its own order has a hypostasis belonging to it before the union. After the union it subsists in the hypostasis of the word. അപ്പോൾ ബിഫോർ യൂണിയന് ഹ്യൂമാനിറ്റിക്ക് ഇറ്റ്സ് ഓൺ ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദ യൂണിയൻ ഇറ്റ് സബ്സിസ്റ്റ് ഇൻ ദ ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ വേർഡ്. യൂണിയന് ശേഷം പുത്രൻ തമ്പുരാൻ്റെ അല്ലെങ്കിൽ ദ വേർഡ് ഓഫ് ഗോഡിൻ്റെ ഹൈപ്പോസ്റ്റാസിസ് സബ്സിസ്റ്റായി എന്നുള്ളതാണ് അദ്ദേഹം ഈ കോട്ടിൽ പറയുന്നത്. ആറാമത്തെ കോട്ട് സെവറിയസിൻ്റെ ലെറ്ററിൽ തന്നെ ഉള്ളതാണ്. അത് അഗെയിൻസ്റ്റ് ദ ഇംപയസ് ജൂലിയൻ, അദ്ദേഹത്തിനെതിരെ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ മാൻ ഇസ് അബോളിഷ്ഡ് ആൻഡ് സ്വാലോഡ് അപ്പ് ഇൻ ദ ഹൈപ്പോസ്റ്റാസിസ് ഓഫ് ദ വേർഡ് ആഫ്റ്റർ ദ യൂണിയൻ എന്നുള്ളതാണ്. മുമ്പേ സബ്സിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇതിനകത്ത് പറയുന്നത് അബോളിഷ്ഡ് ആൻഡ് സ്വാലോഡ് അപ്പ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം പ്രയർ ടു ദ ഇൻകാർണേഷൻ 2 നേച്ചർ ഉണ്ടായിരുന്നു. ആ 2 നേച്ചറിനും ഓരോ ഹൈപ്പോസ്റ്റാസിസ് വീതം ഉണ്ടായിരുന്നു, ഇറ്റ്സ് ഓൺ ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദ ഇൻകാർണേഷൻ ഈ ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് വാസ് swallowed up by the divine hypostasis എന്നുള്ളതാണ് സെവറിയോസിൻ്റെ പഠനം. അതുതന്നെയാണ് നമ്മുടെ ഇട്ടൂപ്പ് കോറപ്പിസ്കോപ്പ് അച്ഛനും അതുപോലെ തന്നെ കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം വായിക്കുകയും ചെയ്തല്ലോ. അതിനകത്തിലും വളരെ കൃത്യമായിട്ട് ആഫ്റ്റർ ദി ഇൻകാർണേഷൻ 2 ക്നൂമകൾ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. അതിന് മുമ്പേ 2 ക്നൂമ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അതായത്
രണ്ട് നേച്ചർ ഒരു നേച്ചറായി മാറുന്നു എന്ന് വരുമ്പോൾ, രണ്ട് നേച്ചർ ഒരു നേച്ചറാകുന്നുണ്ടേ അത് ഒന്നായി മാറണമെങ്കിൽ മിക്സിങ് സംഭവിക്കാതെ അല്ലെങ്കിൽ മിംഗ്ലിങ് സംഭവിക്കാതെ കലരാതെ എങ്ങനെ അത് സാധ്യമാകും ഒറ്റ നേച്ചർ ആകുക എന്നുള്ള കൃത്യമായി നമ്മൾ ചോദ്യം ഉന്നയിച്ചതാണ്. അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടും വളരെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇമ്മോർട്ടലാണ്, ഒന്ന് മോർട്ടലാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് സംയോജിക്കാൻ പറ്റുന്നത്? അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഒന്ന് മോർട്ടലും ഇമ്മോർട്ടലും അല്ലാതെ മറ്റൊരു നേച്ചർ എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ള ചോദിച്ചിരുന്നു. ഇതിനൊന്നും ആരും ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഹൈപ്പോസ്റ്റാസിസ് സ്വാലോഡ് അപ്പ് ആയി എന്നുള്ളത് സെവറിയസ് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പോസ്റ്റാസിസ് ഈ യൂണിയനിൽ ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസ് സ്വാലോഡ് അപ്പ് ആയി എന്ന് പറഞ്ഞാൽ അത് തന്നെ ആപ്ലിക്കബിൾ അല്ലേ ഹ്യൂമൻ നേച്ചറിൻ്റെ കാര്യത്തിൽ? ചുരുക്കം പറഞ്ഞാൽ സെവറിയസിൻ്റെ ഉപദേശം അനുസരിച്ച് പ്രയർ ടു ദി ഇൻകാർണേഷൻ 2 ക്നൂമകളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാതാവ് ഒരിക്കലും തിയോട്ടോക്കോസ് അല്ല. ആ തിയോളജി അനുസരിച്ച്, ആ ക്രിസ്റ്റോളജി അനുസരിച്ച് മാതാവ് ആന്ത്രപ്പോട്ടോക്കോസ് ആണ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ച് ഞങ്ങളുടെ പാത്രിയക്കിസ് മോർ സെവറിയോസ്. ഈ ഒരു തുബ്ദൈനിലെ ഭാഗം യാക്കോബക്കാർ സ്ഥിരം പറയാറുള്ളതാണ്. പ്രത്യേകിച്ച് ശിവപീഡികയിലൊക്കെ മിക്ക വീഡിയോകളും ഇത് പറഞ്ഞു കേൾക്കാം. അവർ പറച്ചിൽ കേട്ടാൽ ദൈവമാതാവ് എന്നുള്ളത് സഭയെ പഠിപ്പിച്ചത് മോർ സെവറിയോസ് ആണ് എന്നുള്ള ചിന്തയിലാണ് പറയുന്നത്. സെവറിയോസ് ജനിക്കുന്നതിന് മുമ്പാണ് എഫെസോസിലെ കൗൺസിൽ വെച്ച് സഭ മാതാവ് മറിയം ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ എന്നിട്ടും അത് സെവറിയോസിൻ്റെ പേര് ചേർത്തിട്ടേ ഇവർക്കത് പറയാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പലപ്പോഴും ഇത് ക്ലബ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന്, മറിയം ദൈവമാതാവെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയക്കിസ് സെവറിയോസ് എന്നാണ് പറയുന്നത്. എന്താണ് ഇത്ര സംശയം കൂടാതെ എന്തിനെ ചേർക്കണം? അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. സംശയമായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റോളജി അനുസരിച്ച് മറിയം ദൈവമാതാവാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതങ്ങനെ അല്ല എന്നുള്ളത് കൃത്യമായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കിയല്ലോ. നെസ്റ്റോറിനിസത്തിലേക്ക് വഴുതി വീണ സെവറിയോസിൻ്റെ തിയോളജി അനുസരിച്ച്, സെവറിയോസിൻ്റെ ക്രിസ്റ്റോളജി അനുസരിച്ച് ഒരിക്കലും ദൈവമാതാവെന്ന് പറയാൻ സാധ്യമല്ല. വെറുതെ ദൈവമാതാവെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വെറുതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. താൻ പഠിപ്പിച്ച ഉപദേശം അനുസരിച്ച് ഒരിക്കലും മാതാവിനെ തിയോട്ടോക്കോസ് എന്ന് വിളിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. താൻ പഠിപ്പിച്ചതനുസരിച്ച് 2 ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട് എന്ന് വരുമ്പോൾ, 2 വ്യക്തി, ഒരു ഡിവൈൻ വ്യക്തിയും ഒരു ഹ്യൂമൻ വ്യക്തിയും ഉണ്ട് എന്ന് വരുമ്പോൾ മാതാവ് ജന്മം കൊടുക്കുന്നത് ആ ഹ്യൂമൻ വ്യക്തിക്കാണ്, ആ ഭ്രൂണത്തിനാണ്. ആ ഭ്രൂണമാണ് ദ വേർഡ് ഓഫ് ഗോഡുമായിട്ട് സംയോജിക്കുന്നത്. അപ്പോൾ മാതാവിനെ ഒരിക്കലും തിയോട്ടോക്കോസ് എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ സെവറിയസിനെതിരെ നെസ്റ്റോറിനിസം എന്തുകൊണ്ട് ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചല്ലോ. നെസ്റ്റോറിനിസം കൃത്യമായിട്ട് സെവറിയസ് പഠിപ്പിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. പ്രയർ ടു ദി ഇൻകാർണേഷൻ 2 ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടായിരുന്നു എന്ന് സെവറിയസ് കൃത്യമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ മാതാവ് ഒരിക്കലും തിയോട്ടോക്കോസ് അല്ല, ആന്ത്രപ്പോട്ടോക്കോസ് ആണ്. വെറുതെ തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ തിയോട്ടോക്കോസ് ആകുകയില്ല. ക്രിസ്റ്റോളജി വെച്ച് കൃത്യമായിട്ട് അത് നിർവഹിച്ച് പറയണം. അത് ആ വിഷയത്തിൽ സെവറിയോസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞ് സംശയം കൂടാതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് പറഞ്ഞു നടന്നിട്ടും പ്രസംഗിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. തിയോളജിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്റ്റോളജിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ യഥാർത്ഥത്തിൽ മാതാവ് തിയോട്ടോക്കോസ് അല്ല, മാതാവ് ആന്ത്രപ്പോട്ടോക്കോസ് ആയി എന്നുള്ളതാണ്. 2 ഹൈപ്പോസ്റ്റാസിസ്, 2 ക്നൂമകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പാഷാണ്ഡ ഉപദേശത്തിലേക്ക് സെവറിയോസിൻ്റെ ഉപദേശം പുൽകുന്നവരും വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അച്ഛന്മാരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല. സെവറിയോസ് പഠിപ്പിച്ചതിൽ ആ സെവറിയോസിനെ അവർ പിൻപറ്റി ആ ഉപദേശത്തിലാണ് ഇവർ നടക്കുന്നതെന്നുള്ളതാണ്. അതിൻ്റെ പോരായ്മയും അതിൻ്റെ ആ പരാജയമാണ് ഇവരിൽ കാണുന്നതെന്നുള്ളതാണ്. എന്താണ് സത്യവിശ്വാസം എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്.
പരിശുദ്ധ കത്തോലിക്ക സഭയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും ഒക്കെ ഈ വിഷയത്തെപ്പറ്റി എന്താണ് പഠിപ്പിക്കുന്നത്, ഡയഫിസിറ്റിസം എന്താണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഡയഫിസിറ്റിസം എന്താണെന്ന് പറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ ക്രക്സിലേക്ക് ഒന്നുകൂടെ നമുക്ക് കടന്നു ചെല്ലാം. ഹൂ ഈസ് എ പേഴ്സൺ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണിത്. ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു? ആ ചോദ്യത്തിൽ പലരും ഇടറിപ്പോയി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ സെവറിയോസിനെ പിൻപറ്റുന്നവരൊക്കെ അങ്ങനെ ഇടറിപ്പോയവരുടെ കൂട്ടത്തിൽ പെടുന്നു എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. യേശുക്രിസ്തു ഒരു ഡിവൈൻ പേഴ്സൺ ആണ് എന്നുള്ളതാണ് സഭയുടെ സത്യവിശ്വാസം. ഹീസ് എ ഡിവൈൻ പേഴ്സൺ. ഹീ ഈസ് നോട്ട് എ ഹ്യൂമൻ പേഴ്സൺ. അവനൊരു ഹ്യൂമൻ പേഴ്സൺ അല്ല, അവനൊരു ഡിവൈൻ പേഴ്സൺ ആണ്. ആ ഡിവൈൻ പേഴ്സണിൽ രണ്ട് നേച്ചർ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡിവൈൻ നേച്ചർ ആൻഡ് എ ഹ്യൂമൻ നേച്ചർ, രണ്ട് നേച്ചേഴ്സ്. അതായത് പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരത്തിൽ ഒരു ഹ്യൂമൻ നേച്ചർ തന്നിലേക്ക് അസ്യൂം ചെയ്തു എന്നുള്ളതാണ് സത്യവിശ്വാസം. ഒരു ഹ്യൂമൻ നേച്ചറാണ് തന്നിലേക്ക് അസ്യൂം ചെയ്തത്, നോട്ട് എ ഹ്യൂമൻ പേഴ്സൺ. പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും തന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഡിസ്റ്റിങ്റ്റീവ്ലി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഹൈപ്പർസ്റ്റാറ്റിക് യൂണിയനിൽ അത് ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രണ്ട് നേച്ചറും ഹൈപ്പർസ്റ്റാറ്റിക് യൂണിയനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യവിശ്വാസം. അങ്ങനെ മാത്രമേ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ദാറ്റ് പേഴ്സൺ ഈസ് എ ഡിവൈൻ പേഴ്സൺ. കാരണം ദർ ഇസ് ഓൺലി വൺ ഹൈപ്പർസ്റ്റാസിസ്, ഒരു ന്യൂമ മാത്രം. രണ്ട് പേഴ്സണിൽ ഒറ്റ പേഴ്സണേ ഉള്ളൂ. മാതാവിൽ നിന്നൊരു ഭ്രൂണം എടുത്തു. ആ ഭ്രൂണം, അതായത് വൺ ഹൈപ്പോസ്റ്റാസിസ് ആയിട്ടുള്ള ആ ഭ്രൂണം വേർഡ് ഓഫ് ഗോഡുമായിട്ട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് വന്നതല്ല മനുഷ്യാവതാരം. അത് പാഷാണ്ഡോപദേശമാണ്. അതാണ് സെവറിയോസ് പഠിപ്പിച്ചത്. പക്ഷെ അത് പാഷാണ്ഡോപദേശമാണ്. ബിഫോർ ദ ഇൻകാർണേഷനും ആഫ്റ്റർ ദ ഇൻകാർണേഷനും ഓൺലി വൺ ഹൈപ്പോസ്റ്റാസിസ്. ആ ഹൈപ്പോസ്റ്റാസിസ് എന്നുള്ളത് ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ് ഹെഡ് ആണ്. പുത്രൻ തമ്പുരാൻ തന്നെയാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. ആ പുത്രൻ തമ്പുരാനാണ് ആ ഹ്യൂമൻ നേച്ചർ പൊസസ് ചെയ്യുന്നത്. ഹി ഓൺസ് ദറ്റ് ഹ്യൂമൻ നേച്ചർ. അവൻ്റെ ഹ്യൂമാനിറ്റി ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക് എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അതായത് അവൻ്റെ ഹ്യൂമൻ നേച്ചറിൽ ദർ ഇസ് നോ ഹ്യൂമൻ പേഴ്സൺ. മാത്രമല്ല അത് എൻ ഹൈപ്പോസ്റ്റാറ്റിക് ആണെന്ന് സഭ പഠിപ്പിക്കുന്നു. അതായത് ആ ഹ്യൂമൻ നേച്ചർ ഇസ് സബ്സിസ്റ്റിംഗ് ഇൻ ദ പേഴ്സൺ ഓഫ് ദ ലോഗോസ്, ദ വേർഡ് ഓഫ് ഗോഡ്, ഓർ ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ് ഹെഡ്, ദ സൺ ഓഫ് ഗോഡ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാൽവേഷൻ കൊടുക്കുവാൻ സാധ്യമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതേസമയം സെവറിയസ് പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ഹൈപ്പോസ്റ്റാസിസുമായിട്ടാണ് ഡിവൈൻ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു എക്സ്റ്റേണൽ അലയൻസ് ആണ്, നോട്ട് എൻ ഇൻറ്റേർണൽ യൂണിയൻ. പക്ഷെ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ച ഇറ്റ് വാസ് എൻ ഇൻറ്റേർണൽ യൂണിയൻ. ദൈവം തന്നെ മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ളൊരു യൂണിയൻ ആയതുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയതുകൊണ്ട് തന്നെ ഓൾ ഹിസ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് അതെല്ലാം ദൈവത്തിൻ്റെ തന്നെ ആയി എന്നുള്ളതാണ്, ദാറ്റ് പേഴ്സൻ്റെ ആയി എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ സഫറിങ്സ്, കർത്താവിൻ്റെ മരണം, അതിനൊക്കെ ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ടായി എന്നുള്ളതാണ്. ബിക്കോസ് ഹി വാസ് എ ഡിവൈൻ പേഴ്സൺ, ഹീ ഈസ് എ ഡിവൈൻ പേഴ്സൺ എന്നുള്ളതാണ്. ശിവപിടിക്കനെ പോലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് യേശുക്രിസ്തുവിന് ആരാധന അർപ്പിക്കാൻ സാധ്യമല്ല, യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പുത്രനെയാണ് അവർ ആരാധിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചതാണ്. പുത്രനും യേശുക്രിസ്തുവും വേറെ വേറെ വ്യക്തികളാണോ? അല്ലെങ്കിൽ ഹൈന്ദവ പുരാണത്തിലൊക്കെ പറയുന്ന പോലെ വിഷ്ണു വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ കൃഷ്ണനായിട്ട് അവതരിക്കുന്നു എന്നുള്ളത് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് സത്യവിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു ഈസ് എ ഡിവൈൻ പേഴ്സൺ എന്നുള്ളതാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള വ്യക്തി തന്നെയാണ്. Because he is fully God. He has got a full human nature. He has got a full divine nature. He has got a full human nature as well. ആ ഹ്യൂമൻ നേച്ചറിൽ പാപം ഒഴികെ നമ്മളെപ്പോലെ തന്നെ എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് തുടർന്നും അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. വിശ്വസിക്കുന്നു. ദൈവത്വം മനുഷ്യത്വം യോജിച്ചിരിക്കുന്നു.
ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയും. എല്ലാ സംഗതി യോജിച്ചിട്ടുണ്ട്. പക്ഷെ ഇച്ഛ, ദൈവത്തിന്റെ ഇച്ഛയും മനുഷ്യന്റെ ഇച്ഛയും യേശുവിൽ വേർതിരിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങളിൽ യോജിച്ചിരിക്കും, ചില കാര്യങ്ങളിൽ വേർതിരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ യോജിപ്പല്ല. അപ്പൊ യോജിച്ചിരിക്കുകയല്ല എന്നാണ് അതിന്റെ അർത്ഥം. കാര്യം ഒരു പാർട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ഘടകത്തിലും ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് യാക്കോബായ സഭയുടെ വിശ്വാസം. ഈ ഒരെണ്ണത്തിൽ, അതായത് ഇച്ഛ, വിൽ, വിൽ, അതില് ദൈവത്തിന്റെ ഇച്ഛയും മനുഷ്യന്റെ ഇച്ഛയും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയായ ഉപദേശമല്ല. കുറച്ച് യോജിക്കുക, കുറച്ച് വേർതിരിഞ്ഞു നിൽക്കുക, ഒരിക്കലും അംഗീകരിക്കണം. കാര്യം ഒരു ഭാഗമുള്ളവരിക്കും. യേശുക്രിസ്തുവിലെ 2 വില്ല് വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ പോയി കേൾക്കുക. അച്ഛൻ കേട്ടതിൻ്റെ കുഴപ്പമാണ്. 2 വില്ലുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യവിശ്വാസം. പക്ഷേ അത് രണ്ടും വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ 2 വില്ലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഭാഗങ്ങളുണ്ട്. അതിനകത്തിൽ ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് ഗത്സമന തോട്ടത്തിലെ കാര്യമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് നീക്കണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമത്രേ. അപ്പോൾ അവിടെ എന്താണ്, കർത്താവിൻ്റെ ഇഷ്ടം അവിടെയുണ്ട്. യേശു കർത്താവിൻ്റെ ഇഷ്ടം അവിടെ കാണുന്നുണ്ട്. അത് അവൻ്റെ ഹ്യൂമാനിറ്റിയിലുള്ള, അവൻ്റെ വില്ലിലുള്ള ഇഷ്ടമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ആ വില്ല് എന്നുള്ളത് ഇറ്റ് ഈസ് ഇൻ കോപ്പറേഷൻ വിത്ത് ദ ഡിവൈൻ വിൽ എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞു. ഒരിക്കലും അത് വേർപിരിഞ്ഞിരിക്കുകയല്ല, അല്ലെങ്കിൽ ഒരു വില്ലിലും ഒരാഗ്രഹവും മറ്റൊരാൾ വേറൊരു ആഗ്രഹം എന്നുള്ള നിലയിൽ വേർതിരിഞ്ഞ് പോകുന്ന ഒരു ഇഷ്ടമല്ല അത്. ഇറ്റ് ഈസ് ഇൻ കോപ്പറേഷൻ എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് പാപമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് പ്രിസേർവിങ്, അല്ലെങ്കിൽ മരണം ഒഴിവാക്കുക. ഇവിടെയും പാപം എന്നൊരു കാര്യം വരുന്നില്ല. കാരണം അവിടെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇഷ്ടം എന്താണ്, ആ പാനപാത്രം തന്നിൽ നിന്ന് നീക്കണമേ എന്നുള്ളതാണ്. അതെന്താണ്, ആ ഒരു മരണം, താൻ വരിക്കേണ്ടിയിരിക്കുന്ന ആ മരണം, അത് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് അവിടെ തൻ്റെ മാനുഷിക ഇച്ഛയിൽ അവിടെ പറയുന്നൊരു കാര്യം. അപ്പം അതൊരു പാപമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതേസമയം അതിൽ താൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഡിവൈൻ വില്ലിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത് നിൻ്റെ ഇഷ്ടം എന്നുള്ളത് ആ പാനപാത്രം പുത്രൻ കുടിക്കണമെന്നുള്ളതാണ്, അല്ലെ യേശു കർത്താവ് കുടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ വില്ലിന് വിപരീതമായിട്ട് താൻ പ്രവർത്തിച്ചാൽ അത് പാപത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അതിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. കാരണം എന്താണ്, എന്നാൽ ഇവിടെ തന്നെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അത്രേ എന്ന് കൃത്യമായിട്ട് കർത്താവ് പറയുന്നത്. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പോയിൻ്റാണ്, he was tempted only to a point he could not sin എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ടെംപ്റ്റേഷൻ, ട്രയൽസും ടെംപ്റ്റേഷൻസ് ഒക്കെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ നോട്ട് ടു ആൻ എക്സ്റ്റെൻറ്റ് ദറ്റ് ഹി കുഡ് സിൻ. അവന് പാപം ഒരിക്കലും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ ഈസ് എ ഡിവൈൻ പേഴ്സൺ. അവനിൽ ദൈവത്വമുണ്ട്. ആൻഡ് ദ പേഴ്സൺ who possesses, who operates that human nature is the second person of Godhead. അത് ഡിവൈൻ പേഴ്സൺ ആണ്. അതുകൊണ്ട് ഹി ക്യാൻ നെവർ സിൻ എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നുവെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. 2 വില്ലുണ്ട്, ഡിസ്റ്റിങ്റ്റീവ്ലി നമുക്ക് മനസ്സിലാക്കാവുന്ന 2 വില്ലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കാത്തതിൻ്റെ കുഴപ്പമാണ് അവിടെയുള്ളത്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അത് അദ്ദേഹം പറയുന്നത് അത് മനുഷ്യത്വത്തിലാണ് പ്രാർത്ഥിച്ചത്. മനുഷ്യന്റെ ഇച്ഛയാണത്. ഇച്ഛയിലാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ശരിയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. പിതാവും പുത്രനും കൂടി തീരുമാനിച്ച കാര്യമാണ് ആദ്യം. ബാലകാരെ സൃഷ്ടിച്ചിട്ട് പാപം ചെയ്തു. മനുഷ്യനെ സൃഷ്ടിച്ചാൽ പാപം ചെയ്യും, ഒരു സംശയമില്ല. അപ്പൊ പുത്രൻ പറഞ്ഞു, ഞാൻ മനുഷ്യാവതാരം എടുത്ത് മരിച്ച് അവനെ രക്ഷിച്ചോളാം. അത് തൃത്വത്തിന്റെ തീരുമാനമാണ്. പിതാവ് അംഗീകരിക്കുന്നു. വാസ്തവത്തിൽ പിതാവിന്റെ മനസ്സിൽ വരുന്ന പുത്രൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അംഗീകരിക്കുകയാണ്. അപ്പൊ പുത്രൻ എടുത്ത് അറിയാം ഞാൻ മരിക്കണം. പക്ഷെ എങ്കിലും ഈ വേദന അനുഭവിക്കുന്നത് ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വേണം. അദ്ദേഹത്തിന്റെ സഭ ഏതാ വിശ്വസിക്കുന്നത് കഴിയില്ല. മനുഷ്യത്വത്തിൽ മാത്രമാണോ വേദന അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതായത് അച്ഛൻ പറയുന്നത്, നേരത്തെ പുത്തൻ തമ്പുരാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തതാണ്, പിതാവും ട്രിനിറ്റി ഇത് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ
ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് വേദനയൊക്കെ അനുഭവിച്ചപ്പോൾ അതിന് ചെറിയൊരു സംശയം വന്നു, അല്ലെങ്കിൽ ഒരു വില്ലിൽ എന്തൊരു ഒരു മാറ്റം വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാത്രമല്ല ദൈവത്വത്തിലും മനുഷ്യത്വത്തിലുമാണ് എന്ന് ഡിസ്റ്റിങ്റ്റീവ്ലി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉപദേശം അനുസരിച്ച് അങ്ങനെ ഡിസ്റ്റിങ്റ്റീവ്ലി പറയാൻ പറ്റില്ല. ഒന്നേ ഉള്ളൂ, ഒരു നേച്ചറേ ഉള്ളൂ. അപ്പോൾ പിന്നെ ദൈവത്വത്തിൽ മനുഷ്യത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിച്ച് പറയാൻ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അച്ഛൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനകത്തിൽ അർത്ഥമില്ല. അച്ഛനോട് മനസ്സിലാക്കേണ്ടത് ട്രിനിറ്റിക്ക് ഒരു വില്ല് മാത്രമേ ഉള്ളൂ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു വില്ല് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനായിട്ട് അവതരിച്ച് വന്നാലും ആ ഒരൊറ്റ വില്ല്, ഹ്യൂമൻ വില്ല് ഇല്ല എങ്കിൽ, ഹ്യൂമൻ നേച്ചറിൽ ആ ഒരു വില്ല് ഇല്ല എങ്കിൽ പിന്നെ കഷ്ടത അനുഭവിച്ചാൽ എന്ത് വിഷമം വന്നെന്ന് പറഞ്ഞാലും ആ ഒരൊറ്റ വില്ലേ പാടുള്ളൂ. പാനപാത്രം താൻ കുടിക്കണമെന്നുള്ള കാര്യം മാത്രമേ പാടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. എൻ്റെ ഹിതമല്ല, എൻ്റെ ഹിതം അത്രേ, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. പക്ഷേ ഇവിടെ എൻ്റെ ഹിതം എന്നുള്ളത് അത് വ്യത്യസ്തമായിട്ട് ഇവിടെ നിൽക്കുന്നു. പക്ഷേ പാപത്തിൽ താൻ പരീക്ഷിക്കപ്പെട്ടു പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബിക്കോസ് എന്താണ്, നിൻ്റെ ഹിതം അത്രേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ. പക്ഷേ അവിടെ ഹിതം രണ്ടും, ഒന്ന് വേണ്ട അല്ലെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് പറയുന്ന ഒരു ഹിതവുമുണ്ട്, ദൈവത്തിൻ്റെ ഹിതം ആ പാനപാത്രം കുടിക്കണമെന്നുള്ള ഹിതവുമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിലുണ്ട്. ഈ വാക്യം എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ വെച്ചോ. അപ്പോൾ ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ വില്ല് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം കഷ്ടം അനുഭവിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു മനമാറ്റം പുത്രൻ തമ്പുരാന് വന്നു എന്നുള്ളതാണ് അച്ഛൻ വിചാരിക്കുന്നത്. ബാക്കിയോട് നമുക്ക് കേൾക്കാം. മറിയാം വായിച്ചത് ദൈവവും മനുഷ്യനുമായ ഒരാളെയാണ്. ദൈവ മനുഷ്യനെയാണ് മറിയാം. പിന്നെ അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനകത്തുള്ള അച്ഛൻ പറയുന്നത് ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും കഷ്ടം അനുഭവിച്ചു എന്നുള്ളതാണ്. ദൈവത്വത്തിൽ കഷ്ടം അനുഭവിച്ചു അല്ലെങ്കിൽ ദൈവത്വത്തിൽ വേദന അനുഭവിച്ചു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഉപദേശമാണ് അച്ഛാ. കാരണം അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സെൻസിൽ വേണം അത് ഉപയോഗിക്കാനുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള അർത്ഥത്തിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഈ വേദന അനുഭവിക്കുന്നത് ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വേണം. ദൈവത്തിന്റെ സഭ ഏതാ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. മനുഷ്യത്വത്തിൽ മാത്രമാണോ വേദന അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ദൈവത്വം സഫർ ചെയ്തു എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ ഹെറസി. ദൈവത്വത്തിൽ ഒരിക്കലും എന്താ പറയുക, വേദന സഹിക്കാനോ സഫറിങ്സ് ഇതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ്. ഗോഡ് ഈസ് ഇംപാസിബിൾ. അതിനാണ് നമ്മൾ പിതാവിന് വേദന അനുഭവിക്കാൻ പറ്റുമോ, പിതാവ് സഫർ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനാണ് നമ്മൾ പാട്രിപാസിനിസം എന്നുള്ള ഹെറസി പറയുന്നത്. തിയോപാസ്കിസം എന്നുള്ളത് എൻ്റെ ഒരു ക്രൂഡ് ഫോമാണ്. അതിൻ്റെ ക്വാളിഫൈഡ് സെൻസിലാണ് നമ്മൾ ബേസിക്കലി പറയേണ്ടത്. അതല്ലാതെ അച്ഛൻ പറയുന്ന പോലെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വേദന അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ക്വാളിഫൈഡ് സെൻസ് അല്ല, അത് ഹെററ്റിക് ആയിട്ടുള്ള അർത്ഥത്തിലാണത് വരുന്നത്. അവിടെയാണ് എൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. അതേസമയം യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് എങ്ങനെ ദൈവം മരിച്ചു, ദൈവം കഷ്ടം അനുഭവിച്ചു എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്ന എവിടെയാണ്, ഡയഫിസിറ്റിസിൽ വളരെ കൃത്യമായിട്ടത് പറയാൻ പറ്റും. കാരണം ഹ്യൂമൻ നേച്ചറിലാണ് കഷ്ടം അനുഭവിക്കുന്നത്. പക്ഷേ ആ ഹ്യൂമൻ നേച്ചറിൻ്റെ സഫറിങ്സും ഡെത്തും എല്ലാം ഹ്യൂമൻ നേച്ചറിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടേ, ഹ്യൂമൻ നേച്ചറിൽ അത് സംഭവിക്കുന്നുണ്ടേ, ആ ഹ്യൂമൻ നേച്ചറുമായിട്ട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനുള്ള ഡിവൈൻ നേച്ചർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻ ദാറ്റ് വേ ആൻഡ് ഓൾസോ ആ ഒരൊറ്റ ഒരു പേഴ്സണാണ്, ഓൺലി വൺ ഹൈപ്പോസ്റ്റാസിസ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ നേച്ചറിൽ സംഭവിക്കുന്നതൊക്കെ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പേഴ്സൺ. അതുകൊണ്ട് ഗോഡ് സഫേർഡ്, ഗോഡ് ഡൈഡ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അത് ക്വാളിഫൈഡ് സെൻസ് ഓഫ് തിയോപാസ്കിസമാണ്. അതേസമയം അച്ഛൻ പറയുന്നത് ദൈവത്വത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെററ്റിക് വേർഷനാണ്, അത് ഹെററ്റിക് മോഡാണ്. അപ്പോൾ അത് തീർത്തും തെറ്റായിട്ടുള്ള ദുരുപദേശം തന്നെയാണ്. പാട്രിപാസിനിസം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ദൈവത്വത്തിൽ അല്ലെങ്കിൽ പിതാവിന് സഫർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പുത്രനും അവൻ്റെ ഗോഡ്ലി നേച്ചർ അല്ലെങ്കിൽ ഡിവൈൻ നേച്ചറിൽ സഫർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആഫ്റ്റർ ദി ഇൻകാർണേഷനിൽ എന്താണ് സംഭവിച്ചത്? ആ ഡിവൈൻ നേച്ചർ ഹ്യൂമൻ നേച്ചറുമായിട്ട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലായിരിക്കുമ്പോൾ ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഹ്യൂമൻ നേച്ചറിൽ സഫറിങ്സും ഡെത്തും ഒക്കെ സംഭവിക്കുന്നതന്നെ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഗോഡ്ലി നേച്ചർ ആസ് വെൽ. മാത്രമല്ല ദിസ് ഹാപ്പൻസ് ഇൻ ദ ഡിവൈൻ പേഴ്സൺ. അതുകൊണ്ട്
യു ക്യാൻ സേ ഗോഡ് ഡൈഡ്, ഗോഡ് സഫേർഡ് എന്നൊക്കെ പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി ക്വാളിഫൈഡ് സെൻസ്. ആ ക്വാളിഫൈഡ് അർത്ഥത്തിൽ തിയോപാസ്കിസം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അച്ഛൻ പറയുന്നത് ക്വാളിഫൈഡ് അർത്ഥമല്ല, അത് ഹെററ്റിക് അർത്ഥത്തിലാണ് അച്ഛനോട് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദർ ഈസ് എ ഹ്യൂമൻ നേച്ചർ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചർ ഉണ്ട്. ആ ഹ്യൂമൻ നേച്ചർ ഹാസ് ഗോട്ട് എ റാഷണൽ സോൾ, റാഷണൽ മൈൻഡ്, ദറ്റ് ഹ്യൂമൻ വിൽ, ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ദൈവത്തിൻ്റെ ആ വില്ല് എന്നുള്ളത് വിച്ച് ഇസ് ദ വിൽ ഓഫ് ദ ട്രിനിറ്റി, അതിനകത്തിൽ പുത്തൻതമ്പുരാൻ്റെ വില്ലും അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ക്രിസ്റ്റോളജിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ അച്ഛന് അത് ഇങ്ങോട്ട് വന്നപ്പോൾ കഷ്ടം അനുഭവിച്ചപ്പോൾ ഒരു മനംതിരിവുണ്ടായി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, പിന്നെ പെട്ടെന്ന് അങ്ങ് മാറ്റി പറഞ്ഞു. പക്ഷേ എന്നാലും അവിടെ 2 വില്ലുണ്ടെന്ന് എന്നുള്ള വരുന്നത്. നോട്ട് മൈ വിൽ യുവർ വിൽ ബി ഡൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് അച്ഛന് പറയാനായിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നതല്ലാതെ ആ 2 വില്ല് എന്നുള്ളത് സുവ്യക്തമായിട്ട് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അച്ഛൻ ഡിവൈൻ നേച്ചറിൽ ദൈവത്തിന് കഷ്ടം അനുഭവിക്കാം എന്ന് പറയുന്നത് അത് പാട്രിപാസനിസം, ഓൾസോ ക്രൂഡ് ഫോം ഓഫ് തിയോപാസ്കിസമാണ്. അതിൻ്റെ ക്വാളിഫൈഡ് സെൻസിൽ പറയാമെങ്കിലും അച്ഛൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹെററ്റിക് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും അച്ഛന് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ അച്ഛൻ്റെ മാത്രം കുഴപ്പമല്ല, അച്ഛൻ്റെ ആ ഒരു ക്രിസ്റ്റോളജിയുടെ അല്ലെങ്കിൽ സെബറിയൻ ക്രിസ്റ്റോളജിയുടെ പ്രശ്നമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിനി മറ്റൊരു ഭാഗത്തിലേക്കൂടെ കേൾക്കാം. അതിനകത്തിൽ വലിയൊരു ഹെറസി പൊട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളെ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഈ വീഞ്ഞും വെള്ളവും സമമായിട്ട് തരണം. കൂടുതൽ കുറവ് വരാൻ പാടില്ല. എത്ര വീഞ്ഞെടുക്കും അത്ര വെള്ളം തരണം. കാരണം യേശുവിൻ ദൈവത്വവും മനുഷ്യത്വവും ഈക്വലായിട്ട് സ്ഥിതി ചെയ്യും. 100% ദൈവത്തുണ്ടെങ്കിൽ 100% മനുഷ്യത്വമുണ്ട്. 50% മനുഷ്യത്വമുണ്ടെങ്കിൽ 50% ദൈവത്വമുണ്ട്. 100% ദൈവത്തുണ്ടെങ്കിൽ 100% മനുഷ്യത്വം. 50% ദൈവത്തുണ്ടെങ്കിൽ 50% മനുഷ്യത്വം. 30% മനുഷ്യത്വം ഉണ്ടെങ്കിൽ 30% ദൈവത്തുള്ളൂ. ഈക്വലാണ്. അങ്ങനെയുള്ള ആളൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ദീർഘപടി പോകുന്നില്ല. അച്ഛൻ പറയുന്നത് 100% ദൈവത്വം, 100% മനുഷ്യത്വം, അല്ലെങ്കിൽ 50-50. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കറക്റ്റാണ്. 50-50 ഉള്ളൂ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 30-30 എന്നൊക്കെ പറയുന്നത് തന്നെ 30-30, 60%, ബാക്കി 40 ഇവിടെ പോയി അച്ചോ. അപ്പം ഈ ശതമാനക്കണക്ക് എവിടെയും ഒക്കത്തില്ല എന്നുള്ളതാണ്. 100% കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ മിക്സ്ഡായി പോകുന്നു, മിങ്കിൾഡായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അച്ഛൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അച്ഛൻ പറഞ്ഞു, ഇത് അച്ഛൻ മാത്രം പറയുന്നതല്ല, ശിവപീഡികയിലൊക്കെ ഇത് പലപ്പോഴും അവരുടെ വീഡിയോകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വത്തെയും എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അവർ ട്രഡീഷനിൽ കുർബാനയിൽ വീഞ്ഞും വെള്ളവും ഒരേപോലെ തന്നെ ചേർക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒറ്റൊരു അനലജി തന്നെ മതി നിങ്ങൾ പറയുന്നത് മോണോഫിസൈറ്റിസം ആണെന്ന് തെളിയിക്കാനായിട്ട്. ശിവപീഡികയിൽ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഇപ്പം അച്ഛനും പറയുന്നുണ്ട്. ഇവരൊന്നും കുറ്റമല്ല ഇത്. ആക്ച്വലി ഇവരുടെ ട്രഡീഷനിൽ, ഇവരുടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന കാര്യം തന്നെയാണ്. തെറ്റായിട്ടാണ് ഇവർ ഈ വിഷയമൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് വീഞ്ഞും വെള്ളമോട് കലരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വീഞ്ഞും വെള്ളമോട് ചേർക്കുമ്പോൾ തന്നെ എന്ത് പറ്റും? മിക്സിങ് ആവുകയാണ്. അപ്പം മിക്സിങ് ഇല്ല എന്ന് പറയുന്നത് അത് വാസ്തവമല്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു. അത് തന്നെയാണ് ഇവർ പറഞ്ഞ അനലജി തന്നെ വളരെ വ്യക്തമാണ്. അതായത് മിക്സിങ് ഉണ്ട്. അതെന്താണ് മിക്സിങ് ഉണ്ടാകുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞതാണ്, എന്തിൻ്റെയും പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ എന്നുള്ള ചോദിച്ചായിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെ വീഞ്ഞും വെള്ളം കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ വീഞ്ഞിൻ്റെ നിറം കുറയുന്നു, അതുപോലെ തന്നെ വീഞ്ഞിൻ്റെ ആൽക്കഹോളിക് കണ്ടൻറ്റ് കുറയുന്നു, ഡൈലൂട്ടഡ് ആകുന്നു, അല്ലേ? അങ്ങനെ വീഞ്ഞിൻ്റെ ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി എന്താണ്, ഡൈലൂട്ടഡായി പോയി എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ്, വെള്ളത്തിൻ്റെ യഥാർത്ഥ പ്രോപ്പർട്ടിയിൽ നിന്ന് വ്യത്യാസം വരികയാണ്. അവിടെ വെള്ളം പ്രോപ്പർട്ടി മാറുകയാണ്. അപ്പം ഹ്യൂമാനിറ്റിക്കും ഡിവിനിറ്റിക്കും ഒക്കെ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം മിക്സിങ് വരുന്നു, വിത്തൗട്ട് കൺഫ്യൂഷൻ എന്നുള്ളത് കാര്യം കലർന്നു പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേഞ്ച് വരുന്നു, മാറ്റം വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു നേച്ചറായി മാറുന്നു. വീഞ്ഞുമല്ല വെള്ളവുമല്ല, അല്ല വീഞ്ഞിൻ്റെ ഒരു ഡൈലൂട്ടഡ് വേർഷനാണ് അവിടെ കാണുന്നത്. അപ്പം
പാർഷ്യൽ ഗോഡ്, അല്ലെങ്കിൽ അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ 30-30, 50-50 എന്നൊക്കെ പറയുന്ന പോലെ പകുതി ദൈവം പകുതി മനുഷ്യൻ എന്ന് പറയാൻ പറ്റും. അച്ഛൻ ആ പറഞ്ഞത് വളരെ കൃത്യം. 50-50 ഞാൻ എടുക്കുന്നു. 30-30 അതിനേക്കാളും താണു പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അച്ചോ? അപ്പോൾ ഈ അനലോജി പോലും യൂത്തിക്കസ് പറഞ്ഞതാണെന്ന് ഓർത്തോണം. യൂത്തിക്കസ് കൃത്യമായിട്ട് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതേ കാര്യം തന്നെ ഇവർ പറയുമ്പോൾ ഇവർ മോണോഫിസൈറ്റ്സ് അല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇവർ മോണോഫിസൈറ്റ്സ് തന്നെയാണ് പറയുന്നത്. ഇതേ അനലിച്ച് ഷിപ്പ് പിടിക്കൽ പലതവണ പറഞ്ഞതാണ്. ചുരുക്കം പറഞ്ഞാൽ അച്ഛൻ തന്നെ വളരെ കൃത്യമായിട്ട് താൻ ഒരു മോണോഫിസൈറ്റാണെന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അച്ഛൻ തന്നെ അച്ഛൻ്റെ യഥാർത്ഥ ഉപദേശം എന്താണെന്ന് ഇവിടെ നമ്മളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് നല്ല അടിപൊളി മോണോഫിസൈറ്റിസമാണ്, പാഷാണ്ട ഉപദേശമാണ്. എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. യൂത്തിക്കസ് ഒക്കെ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ വെള്ളവും വൈനും മിക്സ് ചെയ്യുന്ന അനലജിയൊക്കെ പറഞ്ഞിട്ട് വെറും മോണോഫിസൈറ്റിസം അവസ്ഥയിലേക്ക് എത്തുന്നതിനേക്കാളും ഒത്തിരി ബെറ്ററാണ് സെവറിയോസ്. ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള അനലജീസ് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. സെവറിയോസ് പഠിപ്പിച്ചതെങ്കിലും പറഞ്ഞാൽ ഇത്രയും അപമാനം ഉണ്ടാകുകയില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. സെവറിയോസ് പറഞ്ഞതിനകത്തിലും പോരായ്മകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇത്രയും മോണോഫിസൈറ്റിസത്തെ കൃത്യമായിട്ട് എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ആ തിയോളജിയിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം സത്യവിശ്വാസത്തിൽ നിന്ന് മാറി നിന്ന് വേറിട്ടൊരു വിശ്വാസം അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള പോരായ്മയാണത്. അതാണ് നമ്മൾ അപര്യാപ്തതയുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്, ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ കുറഞ്ഞ പക്ഷം സെവറിയോസ് പറഞ്ഞതെങ്കിലും പറയാനായിട്ട് ഇവരൊക്കെ ശ്രമിക്കേണ്ടതാണ്. കാരണം ഞങ്ങളൊക്കെ സെവറിയോസിനെ വളരെ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെവറിയോസ് പറഞ്ഞ അനലജിയെങ്കിലും പറയാനായിട്ട് ശ്രമിക്കണം. അച്ഛൻ തന്നെ അച്ഛൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അച്ഛൻ വളരെ കൃത്യമായിട്ട് മോണോഫിസൈറ്റിസം പറഞ്ഞു. നമ്മൾ നേരത്തെ നെസ്റ്റോറിനിസം അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടു. ആ ഭ്രൂണം എന്നുള്ള വിഷയത്തിൽ നേരത്തെ ബിഫോർ ഇൻകാർണേഷൻ 2 ഹൈപ്പോസ്റ്റാസിസ് ആണെന്നുള്ളത് സെവറിയോസും പഠിപ്പിച്ച വിഷയമാണ്. അപ്പോൾ സെവറിയോസിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട നെസ്റ്റോറിനിസവും മോണോഫിസൈറ്റിസവും രണ്ടും ഈ അച്ഛൻ്റെ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം കൂടിയാണ്. നമുക്ക് ഇത് കാണുന്നുണ്ടെ എത്രമാത്രം ഹെറസിയാണ് ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഈ വീഡിയോ തന്നെ സോഫാർ നമുക്ക് എന്താണ് പാട്രിപാസിനിസം മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ക്രൂഡ് വേർഷനിൽ തിയോപാസ്കിസം പറഞ്ഞു, പിന്നെ നേരത്തെ നെസ്റ്റോറിനിസം പറഞ്ഞു, മോണോഫിസൈറ്റിസം പറഞ്ഞു. 4 ഹെറസിയാണ് അല്ലെങ്കിൽ 3 ഹെറസിയാണ് കുറഞ്ഞ പക്ഷം വീണത് ഇവിടെ ഈ ഒരു വീഡിയോ തന്നെ. ഇതാണ് ദുരുപദേശത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഫൗണ്ടേഷനിൽ നിൽക്കുന്നവർ ചെന്നെത്തുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ. എത്ര പറഞ്ഞാലും അവിടെ ഇവിടെ നിന്നൊക്കെ ഹെറസികൾ വീണുകൊണ്ടിരിക്കും, ഹെറസിയുടെ പെരുമരയായിരിക്കും. കാരണം ഫൗണ്ടേഷൻ തെറ്റാണ്. സെവറിയോസ് ഇട്ടിരുന്ന ആ ഫൗണ്ടേഷൻ എന്നുള്ളത് തെറ്റായിട്ടുള്ള പാഷാണ്ട ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ട ഫൗണ്ടേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറയുമ്പോൾ ഇത്തരം അബദ്ധങ്ങളും ഹെറസികളും ഒക്കെ വന്നു വീഴുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടെ അവസാനത്തെ കേൾക്കാം. മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ പറയുന്നത്. സഭയെ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. മനുഷ്യൻ മാത്രമാണ് നോക്കി മരിച്ചെങ്കിൽ ആ മനുഷ്യനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊരു പ്രയോജനമില്ല. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ദൈവവും മനുഷ്യനുമായവൻ മരിക്കണം, അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഇതിനും മറുപടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അച്ഛൻ വീണ്ടും ആ വീഡിയോകളൊക്കെ പല ആവർത്തി കേൾക്കണമെന്ന് ഞാൻ അച്ഛനോട് അഭ്യർത്ഥിക്കുകയാണ്. അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ടല്ല മനസ്സിലാക്കുന്നത്, മിസ്റെപ്രസെൻ്റ് ചെയ്താണ് പറയുന്നത്. ഇപ്പോൾ അവസാനം പറഞ്ഞു കേട്ടില്ല, അതായത് മനുഷ്യൻ മരിച്ചു, മനുഷ്യൻ എന്നൊരു കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ച്. അതായത് മനുഷ്യൻ എന്നൊരു വ്യക്തി അവിടെ ഇല്ല. ഇൻ ദ സെൻസ് ഹ്യൂമൻ നേച്ചറും ഗോഡ്ലി നേച്ചറും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമുക്കവിടെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബട്ട് യേശുക്രിസ്തു ആരാൻ ചോദിച്ചാൽ ഹീ ഈസ് എ ഡിവൈൻ പേഴ്സൺ എന്നുള്ളതാണ് സത്യവിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം. അതാണ് സത്യസഭയുടെ ഒറിജിനലായിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ മരിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മരിച്ചെന്നല്ല അവിടെ പറയുന്നത്. യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തു ഡിവൈൻ പേഴ്സൺ ആണ്. വളരെ കൃത്യമായിട്ട് ഞാൻ മുമ്പേയും പറഞ്ഞു. ആ യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ്. അവൻ്റെ ഹ്യൂമൻ നേച്ചറിലാണ് താൻ മരണം
തനിക്ക് മരണം ഉണ്ടായെന്നുള്ളതാണ്. ഹ്യൂമൻ നേച്ചറിലാണ് തൻ്റെ ആത്മാവും ശരീരവും വേർപെട്ടപ്പോൾ ഹ്യൂമൻ നേച്ചറിൽ മരണം സംഭവിക്കുന്നു. ഹൈപ്പർസ്റ്റാറ്റിക് യൂണിയനിൽ നിലനിൽക്കുന്ന ആ ഹ്യൂമൻ നേച്ചർ മരണപ്പെട്ടപ്പോൾ ആ ഡിവൈൻ നേച്ചറും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത് സംഭവിക്കുന്നത് ഒരു പേഴ്സണിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേഴ്സൺ മരിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ദെർഫോർ ഗോഡ് എക്സ്പീരിയൻസ് ഡെത്ത്, ദെർഫോർ ഗോഡ് ഡൈഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ദൈവം മരിച്ചെന്ന് ഞങ്ങളുടെ തിയോളജിയിൽ മാത്രം, ഞങ്ങളുടെ ക്രിസ്റ്റോളജിയിൽ മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്റ്റോളജിയിൽ അത് പറയാനേ സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞത്. അച്ഛൻ വീണ്ടും പല ആവർത്തി ആ വീഡിയോ കേൾക്കണം, എന്താണ് പറയുന്നത് അച്ഛന് മനസ്സിലായിട്ട് പോലുമില്ല. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഒരുപാട് ഹെറസികൾ വീഴുന്നുണ്ട്. ഹെറസിയുടെ മഴകൾ വീഴുന്ന പോലെ തന്നെ ഹെറസി വീഴുന്നുണ്ട്. ഇപ്പം തന്നെ 3-4 വീണു. അങ്ങനെ ഈ ഹെറസിയിൽ മുന്നോട്ട് പോകാതെ സത്യവിശ്വാസത്തിലേക്ക് നിങ്ങളെല്ലാം മടങ്ങി വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഉദ്യമത്തിലേക്ക് മറുപടി പറയാനായിട്ടൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് യാക്കോബായ സഭയും കത്തോലിക്ക സഭയും ശാഖാപ്രഥമൻ്റെ കാലഘട്ടത്തിലാണ് ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷനിലൊക്കെ വന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെങ്കിലും നിങ്ങൾ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിനകത്തിലും വളരെ കൃത്യം ആഫ്റ്റർ ഇൻകാർണേഷൻ എന്നുള്ള വളരെ കൃത്യമായിട്ട് അതിനകത്തിലും പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡിക്ലറേഷൻ കത്തോലിക്ക സഭയായിട്ട് ഉണ്ടാക്കിയതിന് ശേഷവും നിങ്ങളെപ്പോലുള്ളവർ യൂട്യൂബിൽ വന്നിട്ട് സഭയുടെ ഉപദേശം തെറ്റാണ് എന്ന് പറയുന്നത്, കൗദാശിക ഐക്യമൊക്കെ ഉണ്ട്. ആ അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള വികലമായിട്ട് മറ്റുള്ള സഭയുടെ ക്രിസ്റ്റോളജിയെ പറ്റി അവതരിപ്പിക്കുക, ഇരു സ്വഭാവവാദം തെറ്റായിട്ടുള്ള വാദമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വികലമായിട്ട് അവതരിപ്പിക്കുക, അതൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ക്രിസ്റ്റോളജി പറഞ്ഞു പോയാൽ അത് പാഷാണ്ഡതയിലേ ചെന്ന് പതിക്കത്തുള്ളൂ. കാരണം അതിൻ്റെ തുടക്കം പാഷാണ്ഡ ഉപദേശത്തിൽ നിന്ന് തന്നെയാണെന്നുള്ളത് എൻ്റെ യാഥാർത്ഥ്യം. ഡയസ്കോറസിനുണ്ടായ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഡയസ്കോറസ് എങ്ങനെ മോണോഫിസൈറ്റിസത്തിലേക്ക് വഴുതി വീണു എന്നുള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല അതിനുശേഷം ഈ ഒരു വിഭാഗത്തെ മൊത്തം നയിച്ച സെവറിയോസ് എന്തുകൊണ്ട് നെസ്റ്റോറിനിസവും മോണോഫിസൈറ്റിസും ഒരുപോലെ പറയേണ്ടി വന്നു എന്നുള്ളതും ഒക്കെ ഈ ഒരു ക്രിസ്റ്റോളജിയുടെ വികലതയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമാണുള്ളത്. ഇങ്ങനെ പലപ്പോഴായിട്ട് ഹെറസികളിലേക്ക് വീണുപോയ സഹോദരങ്ങളെയൊക്കെ തിരിച്ച് സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് നാളുകളായിട്ട് കത്തോലിക്ക സഭ നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ സാക്കാപ്രഥമൻ ബാബുവായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയുടെ കാലഘട്ടത്തിൽ. അതേസമയം ഈസ്റ്റേൺ ഓർത്തഡോക്സുകാർ അത്തരത്തിലുള്ള ലീനിയൻസി നിങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ യാഥാർത്ഥ്യം. ഈസ്റ്റേൺ ഓർത്തഡോക്സുകാർ ഈ കാര്യത്തിൽ വളരെ റിജിഡ് മെൻറ്റാലിറ്റിയാണ്. കാരണം നിങ്ങൾ തെറ്റേറ്റു പറഞ്ഞ് തിരിച്ചു വരണതാണ്. പക്ഷേ കത്തോലിക്ക സഭ കുറച്ചുകൂടി ലീനിയൻ്റ് ആണ്. ടെർമിനോളജിക്കൽ ഡിഫറൻസസും ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസും കൾച്ചറൽ വിഷയങ്ങളും പൊളിറ്റിക്സും ഇതെല്ലാം കൂടെ ചേർത്ത് ഒപ്പിച്ചെടുക്കാനായിട്ട് ഉള്ള നിങ്ങളെ അത്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷനൊക്കെ വന്നിരിക്കുന്നത്. അതേസമയം ഈസ്റ്റേൺ ഓർത്തഡോക്സ് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മിയോഫിസൈറ്റിസത്തിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഏതായാലും അച്ഛൻ ഈ മറുപടി വീഡിയോ ചെയ്ത് നന്നായി. കാരണം സെവറിയോസ് എന്താണ് യഥാർത്ഥമായിട്ട് പഠിപ്പിച്ചതെന്നുള്ള കാര്യവും അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ, മാത്രമല്ല കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്നും അച്ഛൻ്റെ ഈ അനോറജിയിൽ നിന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊരു അവസരമുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് കൃത്യമായ ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച വീഡിയോകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ നമുക്ക് സമ്മാനിച്ച അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇത് പാർട്ട് 2 ആയിട്ടാണ് ഇപ്പോൾ വന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെവറിയോസിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ പറ്റിയാണ്. സെവറിയോസിന് വേണ്ടി ആ ഒരു എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ കമൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി പറയാറുണ്ട്.
മാത്രമല്ല അതിൽ വളരെ പ്രസക്തമായ കമൻറ്റുകളൊക്കെ വരുവാണെങ്കിൽ അതിന് മറുപടി വീഡിയോ ആയിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഴിവതും എല്ലാവരും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കത്തോലിക്ക സഭയ്ക്കെതിരെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടി പറയാനായിട്ടാണ് ഈ ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.